താനൂർ ശോഭപറമ്പിൽ നിന്നുണ്ടായ സംഭവത്തിൽ പ്രതികരണവുമായി ക്ഷേത്ര കമ്മിറ്റി. കരിമരുന്ന് പ്രയോഗമോ വെടിക്കെട്ടോ പടക്കം പൊട്ടിക്കലോ അല്ലെന്നും സോഷ്യൽ മീഡിയയിൽ മരണം സംഭവിച്ചെന്നുവരെയുള്ള വാർത്തകൾ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ താനൂർ ശോഭപറമ്പ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായ ഒരു ഇഷ്യൂ, നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. അത് നമ്മുടെ വെടിമരുന്ന്, അത് വെടി വഴിപാട്. ഇത് കാലങ്ങളായി ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴിപാടാണ്. ഇന്ന് അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിൽ മരുന്ന് നിറയ്ക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഒരു കല്ല് കുടിച്ചിട്ട് ആ സ്പാർക്ക് കൊണ്ട് ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായി. ആ അപകടം എന്നത് അതിൽ 6 പേർക്ക് പരിക്കേൽക്കുകയാണ്. 4 പേരുടെ പരിക്കേൽക്കാരാണ്. രണ്ടാളുകൾക്ക് ശേഷം പ്രയാസത്തിൽ അവരുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ ഖേദകരമായി തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ ആ അപകടം പറ്റിയ ആളുകൾ മരിച്ചു എന്ന തരത്തിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരി ഇതൊരു ആഘോഷമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലെ ചില ആളുകൾ പ്രചരണം ഇറക്കുന്നുണ്ട്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണത്. ഇത് ക്ഷേത്രത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ അതിൻ്റെ മോശമായ പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സന്തുഷ്ടമായ റിപ്പോർട്ട് നൽകണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. ഓരോ ക്ഷേത്രത്തിലെയും വെടിവഴിപാട് ആ ക്ഷേത്ര ദേവതയെ ഉണർത്തി ഓരോ ഭക്തൻ്റെയും സങ്കടങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള നേർച്ചയായിട്ട് പാരമ്പര്യമായി നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്. ഇതൊരിക്കലും കരിമരുന്ന് പ്രയോഗമോ അല്ലെങ്കിൽ വെടിക്കെട്ടോ അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കലോ അല്ല. എല്ലാ ദിവസവും, ഉത്സവത്തിന് മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ദീപാരാധന സമയത്തും ക്ഷേത്രം തുറക്കുന്ന സമയത്തും നിർമാല്യ സമയത്തൊക്കെ ഈ വെടിക്കെട്ട് വഴിപാട് വെടിവഴിപാട് നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉത്സവത്തിന് ഈ കലീന വെടിപൊട്ടിക്കുന്നത്. അതിൽ ഉണ്ടായിട്ടുള്ള അത് നിർമ്മിക്കുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടായി ചിലരുടെ ആളുകൾക്ക് ഒരു ചെറിയ പരിക്ക് പറ്റി. അവരെ പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിച്ചു. ഒരുപാട് ബന്ധപ്പെട്ട ആളുകൾ വന്നു, നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തു. അവരെ സുഖം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവരെ റിക്കവറി ചെയ്ത് വരുമെന്ന് തന്നെയാണ് വിശ്വാസം. പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഇവിടെ എത്തിച്ചേർന്ന് അത് അന്വേഷിക്കുന്നുമുണ്ട്. അല്ലാതെ വേറെ ഒരു വെടിക്കെട്ട് അപകടമോ അല്ലെങ്കിൽ പടക്കം അപകടമോ